Good morning all. Today let us start with the sixth module, and the first topic on discussion is latency hiding technique. So what do you mean by latency? So latency means the delay that is caused due to accessing information from the memory. അപ്പോൾ ഈ ഒരു ഡിലേ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അപ്പോൾ നിങ്ങൾ ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. Okay, let us consider there are multiple processors. So these are processors P1, P2, P3. Okay, ഇനി ഓരോ പ്രോസസ്സറിനും ഓരോ ലോക്കൽ ക്യാഷ് ഉണ്ടാവും, ലോക്കൽ മെമ്മറി ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ക്യാഷ് ഓർ രജിസ്റ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്നിട്ട് ദീസ് പ്രോസസ്സേഴ്സ് ആർ കണക്റ്റഡ് ത്രൂ എ മെമ്മറി. ഓക്കെ, ദിസ് ഷെയർഡ് മെമ്മറി. ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, ഷെയർഡ് മെമ്മറി. ഇതാണ് ഒരു ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ ഈ ഷെയർഡ് മെമ്മറി ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഡാറ്റ എടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് അത് ഒരു ഡിലേ കോസ് ചെയ്യും. അതായത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ പ്രോസസ്സർ ആദ്യം ഇറ്റ് വിൽ ചെക്ക് ഇൻ ദ ലോക്കൽ മെമ്മറി ഓർ ദ ലോക്കൽ ക്യാഷ്. അവിടെ ഡാറ്റ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫെച്ച് ഫ്രം ദ ഷെയർഡ് മെമ്മറി. അപ്പോൾ ഈ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമുക്ക് ക്യാഷിലിട്ട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്. അതിനെയാണ് നമ്മൾ ഈ മെമ്മറി ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാറ്റൻസി നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഈ ലാറ്റൻസി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന സ്പീഡിൽ നമുക്ക് ഈ മെമ്മറിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സർ in daily it is getting updated and the speed is getting increasing. Okay, so that same pace of advancement is not happening in the shared memory. Clear? അപ്പോൾ ആ പ്രോസസ്സറിൻ്റെ അതേ സ്പീഡിൽ അതേ അഡ്വാൻസ്മെൻറ്റിൽ ഷെയർഡ് മെമ്മറിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സർ നല്ല പട്ടപ്പട്ടയെന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഷെയർഡ് മെമ്മറി സ്ലോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രോസസ്സറിൽ നിന്ന് ഷെയർഡ് മെമ്മറിയിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റി ടൈം എടുക്കും. അതാണ് ഈ ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലാറ്റൻസി ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ ലാറ്റൻസി മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ലാറ്റൻസി ഹൈഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ടെക്നിക്സ് അടുത്ത സെഷനിലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്ക്. പാരലൽ കമ്പ്യൂട്ടർ ടിപ്പിക്കലി യൂസ് ഷെയർഡ് മെമ്മറി. ഓക്കെ, നമ്മുടെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉള്ള സിസ്റ്റമാണ് പാരലൽ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ അതിൽ ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ് ഷെയർഡ് മെമ്മറി. ദ റിമോട്ട് മെമ്മറി ആക്സസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ മെമ്മറി ലാറ്റൻസി. അപ്പോൾ ഈ ഒരു മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ലാറ്റൻസി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ലാറ്റൻസി ക്രിയേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദ പ്രോസസ്സർ സ്പീഡ് ഹാസ് ബീൻ ഇൻക്രീസിങ് അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ് ദാൻ ദ മെമ്മറി സ്പീഡ്സ്. പ്രോസസ്സറിൻ്റെ സ്പീഡ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ മെമ്മറി അതുപോലെ വരുന്നില്ല. രണ്ടുപേരും ഒരേ പേസിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ലാറ്റൻസി വരുന്നത്. സോ ദസ് എനി സ്കെയിലബിൾ മൾട്ടി പ്രോസസ്സർ ഓർ ലാർജ് സ്കെയിൽ മൾട്ടി കമ്പ്യൂട്ടർ മസ്റ്റ് റിലേ ഓൺ ദ യൂസ് ഓഫ് ലാറ്റൻസി റെഡ്യൂസിങ് ഓർ ഹൈഡിങ് മെക്കാനിസം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മൾട്ടി പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ മൾട്ടി കമ്പ്യൂട്ടേഴ്സിന് ഈ ലാറ്റൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യണം? ഈ ലാറ്റൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ലാറ്റൻസിയെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ലാറ്റൻസി ഹൈഡ് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊരു 4 ടെക്നിക്സുകളുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്സ് ആർ പ്രീഫെച്ചിങ് ടെക്നിക്. ദ ഫസ്റ്റ് വൺ, ദ ബേസിക് ടെക്നിക് ഈസ് പ്രീഫെച്ചിങ് ടെക്നിക്. പ്രീഫെച്ചിങ് എന്താണെന്ന് അറിയാം. നമുക്ക് നേരത്തെ പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ പ്രീഫെച്ച് ചെയ്ത് നമ്മളെ ലോക്കൽ മെമ്മറിയിൽ കൊണ്ടിടുന്നതാണ് പ്രീഫെച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് കോഹറൻറ്റ് ക്യാഷസ്, അത് അടുത്ത ടൈപ്പ്. ദെൻ റിലാക്സ്ഡ് മെമ്മറി കൺസിസ്റ്റൻസി, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീഫെച്ചിങ് ടെക്നിക്സിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് പ്രീഫെച്ചിങ് ടെക്നിക്സ്? So prefetching technique, as you all know, that it is a method to bring instructions or data close to the processor before they are actually needed. പ്രോസസ്സറിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ പ്രീഫെച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കാരണം അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രോസസ്സറിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ ഫെച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ മാത്രമല്ല ഡാറ്റയും നമ്മൾ കൊണ്ടുവയ്ക്കേണ്ടത്. കാരണം നമുക്കൊരു ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻ മാത്രമല്ല, അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡാറ്റയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തൊട്ടടുത്ത് പ്രോസസ്സിന് തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കുക. തൊട്ടടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുക, രജിസ്റ്ററിലോ ക്യാഷിലോ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇതാണ് ടെക്നിക്. നൗ പ്രീ ഫെച്ചിങ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. 4 ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രീ ഫെച്ചിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രീ ഫെച്ചിങ്ങിൽ സബ് ഡിവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്കിൽ ഫസ്റ്റ് ഒന്നാണ് പ്രീ ഫെച്ചിങ് ടെക്നിക്. ഓക്കെ, ഇതിൽ നമ്പർ ഇട്ടോണം, ഞാൻ നമ്പർ ഇടാൻ മറന്നു. ഇതാണ് അപ്പോൾ ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്കിലെ ഫസ്റ്റ് റോമൻ നമ്പർ 1 എന്ന് പറയുന്നതാണ് പ്രീ ഫെച്ചിങ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ പ്രീ ഫെച്ചിങ് ടെക്നിക്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രീ ഫെച്ച് ആണ്. ദ ബൈൻഡിങ് പ്രീ ഫെച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദ പ്രീ ഫെച്ച്ഡ് വാല്യൂസ് ആർ പ്ലേസ്ഡ് ഇൻ ദ രജിസ്റ്റർ. ഓക്കെ, നമ്മൾ രജിസ്റ്ററിലാണ് നമ്മൾ ആ പ്രീ ഫെച്ച്ഡ് വാല്യൂസ് കൊണ്ടിടുക. ക്ലിയർ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ബൈൻഡിങ് പ്രീ ഫെച്ചിൽ ദ പ്രീ ഫെച്ച് വാല്യൂസ് ആർ പ്ലേസ്ഡ് ഇൻ ദ രജിസ്റ്റർ. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്, രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുമ്പോഴുള്ള പ്രശ്നമുണ്ട്. എന്താണ് ഈ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത സാധനം നമ്മൾ എടുക്കുന്നതിന് നമ്മൾ പ്രോസസ്സർ റെഫറൻസിന് വേണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രോസസ്സർ ആ സെയിം രജിസ്റ്റർ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതാണ് ലിമിറ്റേഷൻസിൽ പറയുന്നത്. ദ വാല്യൂ വിൽ ബിക്കം stale or error, okay, if another processor modifies the same location or the same register during the interval between the prefetch and the reference. ഓക്കെ, അപ്പോൾ ആ പ്രീഫെച്ച് ചെയ്ത് രജിസ്റ്ററിൽ കൊണ്ടിട്ടു, എന്നിട്ട് രജിസ്റ്ററിൽ നിന്ന് എടുത്ത് പ്രോസസ്സറിലേക്ക് എടുക്കുന്നതിന് മുമ്പുള്ള പ്രോസസ്സിൽ വേറൊരു പ്രോസസ്സർ ആ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിലുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രോസസ്സർ വേണോ അതിനെ നമുക്ക് ആ രജിസ്റ്ററിന് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റോങ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റെയിൽ വാല്യൂ ആയിരിക്കും എടുക്കുക പ്രോസസ്സർ. ക്ലിയർ? സോ ദിസ് ഈസ് ദ മെയിൻ ലിമിറ്റേഷൻ. ദ വാല്യൂ വിൽ ബിക്കം സ്റ്റെയിൽ ഓർ റോങ് ഇഫ് അനദർ പ്രോസസ്സർ മോഡിഫൈസ് ദ സെയിം രജിസ്റ്റർ ഡ്യൂറിങ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ പ്രീഫെച്ച് ആൻഡ് റെഫറൻസ്. പ്രീഫെച്ചിനും റെഫറൻസിനും ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലിൽ വേറൊരു പ്രോസസ്സർ ആ രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്കും മറ്റേ പ്രോസസ്സറിന് റോങ് വാല്യൂ ആയിരിക്കും കിട്ടുക. ക്ലിയർ? ഇതാണ് ബൈൻഡിങ് പ്രീഫെച്ച് എന്ന് പറയുന്നത്. സോ പ്രീഫെച്ച്ഡ് വാല്യൂസ് ആർ പ്ലേസ്ഡ് ഇൻ ദ രജിസ്റ്റർ. ഓക്കെ, നൗ നോൺ ബൈൻഡിങ് എന്നാണ് നേരത്തെ നമ്മൾ രജിസ്റ്ററിൽ കൊടുത്തത്, ഇവിടെ നമ്മൾ ക്യാഷിൽ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ്, ദ പ്രീഫെച്ച്ഡ് വാല്യൂസ് ആർ പ്ലേസ്ഡ് ഇൻ ദ cache. Okay, so fetch data from the remote memory to the cache. റിമോട്ട് മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും ബിഫോർ ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ദ പ്രോസസ്സറിന് റിക്വയർമെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഇൻ ദ ക്യാഷ്. റിമോട്ട് മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അടുത്ത പോയിൻ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് മെമ്മറിയിൽ നിന്നെടുത്ത് ക്യാഷിൽ കൊണ്ടുവച്ചു അല്ലേ. അപ്പോൾ ആ ക്യാഷിൽ കൊണ്ടുവച്ച സാധനം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ രജിസ്റ്ററിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും വേറൊരു പ്രോസസ്സർ അത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അതുണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പ്രോട്ടോക്കോളുണ്ട്, ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ. ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് ആ ഡാറ്റയെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് സൂക്ഷിക്കും. അതിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താതെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് സൂക്ഷിക്കും. ഓക്കെ, അപ്പം ആ ഡാറ്റയ്ക്ക് പ്രോസസ്സർ അത് എടുക്കുന്ന വരെ ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷനും വരില്ല. ഓക്കെ, അത് ഉറപ്പ് വരുത്തും ഈ ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ. ഓക്കെ, സോ ദ ഡാറ്റ റിമെയിൻസ് വിസിബിൾ ടു ദ ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ ആൻഡ് ഇറ്റ് ഈസ് ദസ് കെപ്റ്റ് കൺസിസ്റ്റൻറ്റ് അൺടിൽ ദ പ്രോസസ്സർ ആക്ച്വലി റീഡ്സ് ദ വാല്യൂ. പ്രോസസ്സർ ആ വാല്യൂ റീഡ് ചെയ്യുന്നത് വരെ ആ വാല്യൂ കൺസിസ്റ്റൻ്റായിട്ട് സൂക്ഷിക്കും. ആര് സൂക്ഷിക്കും? യൂസിങ് ദ ക്യാഷ് കോഹറൻസ് പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക്, നോൺ ബൈൻഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബൈൻഡിങ് കോൺസെപ്റ്റ് രജിസ്റ്ററിലാണ് സൂക്ഷിച്ചിരുന്നത്. രജിസ്റ്ററിൽ സൂക്ഷിക്കുമ്പോഴത്തേക്കും അത് പ്രീഫെച്ച് ചെയ്തെടുക്കുന്ന സാധനം വേറൊരു പ്രോസസ്സർ മോഡിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ, രണ്ടാമത്തെ നോൺ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ക്യാഷിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും വേറൊരു പ്രോസസ്സിനും അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡ്യൂ ടു ക്യാഷ് കോഹറൻസ് പ്രോട്ടോകോൾ ദേ വിൽ എൻഷുർ ദാറ്റ് ദ ഡാറ്റ ഈസ് കൺസിസ്റ്റൻറ്റ് അൺടിൽ ദ പ്രോസസ്സർ റീഡ്സ് ദ വാല്യൂ. ഓക്കെ, അതാണ് നോൺ ബൈൻഡിങ് കോൺസെപ്റ്റ്. ദ തേർഡ് വൺ ഈ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് പ്രീഫെച്ചിങ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രീഫെച്ചിങ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു സൊഫസ്റ്റിക്കേറ്റുള്ളൊരു സോഫ്റ്റ്വെയർ ഇതിനകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ആ സോഫ്റ്റ്വെയർ ഈ പ്രീഫെച്ചിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഓക്കെ, അതൊരു ഇൻ്റലിജൻറ്റ് മെക്കാനിസം വഴി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. എക്സ്പ്ലിസിറ്റ് പ്രീഫെച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ ഇഷ്യൂഡ് ബൈ ദ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ പ്രീഫെച്ചിങ്ങിനുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സർ ഇഷ്യൂ ചെയ്യും. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സോഫ്റ്റ്വെയർ. ഇറ്റ് അലൗ പ്രീഫെച്ചിങ് ടു ബി ഡൺ സെലക്റ്റീവ്ലി വിച്ച് റെഡ്യൂസസ് ദ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ്. അതായത് വേണ്ടത് മാത്രം നമ്മൾ പ്രീഫെച്ച് ചെയ്യത്തുള്ളൂ, മറ്റതങ്ങനെയല്ല. മറ്റത് നമ്മൾ ചില കേസസ് ചില ഡാറ്റ ഒന്നും നമുക്ക് വേണ്ടി വരില്ല, എന്നാൽ കൂടെ നമ്മൾ അത് പ്രീഫെച്ച് ചെയ്ത് എടുത്ത് വയ്ക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ബാൻഡ്വിഡ്ത്ത് നമുക്ക് വളരെ മിനിമമായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് മിനിമം എഫേർട്ട് മാത്രമേ ബസ്സിന്, മിനിമം ഒരു ലോഡ് മാത്രമേ ബസ്സിന് വരത്തുള്ളൂ. കാരണം കുറച്ച് ഇൻഫർമേഷനല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ക്യാൻ ബി സേവ്ഡ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ പ്രോസസ്സറാണ് പ്രീഫെച്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സോഫ്റ്റ്വെയർ. Okay, it allows prefetching to be done selectively which reduces the bandwidth requirement. അപ്പോൾ ആ സെലക്റ്റീവ്ലി ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ കൺട്രോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് അഡീഷണലായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും. ഓക്കെ, അതൊരു എക്സ്ട്രാ ബേർഡനായിട്ട് വരും. അത് ഒരു ഇഷ്യൂ ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ ഓവർ ഹെഡ് റിക്വയർഡ് ടു ജനറേറ്റ് ദ പ്രീഫെച്ചസ്. ഇപ്പോൾ പ്രീഫെച്ചസിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൂടെ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ പ്രീഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൂടെ എക്സ്ട്രാ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് അഡീഷണൽ ഓവർ ഹെഡ്. പിന്നെ നീഡ് ഫോർ സൊഫസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഇൻ്റർവെൻഷൻ. ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനും കൂടെ ഇതിൻ്റെ കൂടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ ഒരു ബേർഡനായിട്ട് വരും. അതാണ് ഇതിനുള്ള ഒരു പോരായ്മ. ബാക്കി കേസുകളിലെല്ലാം ഈ സോഫ്റ്റ്വെയർ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, കാരണം ഒരു ഇൻ്റലിജൻറ്റ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എല്ലാം പ്രീഫെച്ച് ചെയ്യുന്നതിന് പകരം സെലക്റ്റീവായിട്ട് പ്രീഫെച്ച് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സോഫ്റ്റ്വെയർ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ്വെയർ കൺട്രോൾഡ് പ്രീഫെച്ചിങ്. ഹാർഡ്വെയർ കൺട്രോൾഡ് പ്രീഫെച്ചിങ് എന്ന് പറയുന്നത് ഹിയർ ഹാർഡ്വെയർ പ്രീഫെച്ചസ് ദ ഇൻസ്ട്രക്ഷൻ അറ്റ് റൺ ടൈം. ഓക്കെ, റൺ ടൈമിലാണ് പ്രീഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ റൺ ടൈം സമയത്തായിരിക്കും പ്രീഫെച്ച് ചെയ്യുന്നത്. നേരത്തെ പ്രീഫെച്ച് ചെയ്യില്ല, അത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും, ആ റൺ ടൈമിലായിരിക്കും ഇത് പ്രീഫെച്ച് ചെയ്ത് സാധനങ്ങൾ എടുത്തു കൊടുക്കുക. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഡൈനാമിക് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് ചിലപ്പം ഈ ഡാറ്റയൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. അങ്ങനെ ആ ചേഞ്ച് ചെയ്ത ഡാറ്റയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഡാറ്റ എടുത്തു വെച്ചാലും ചിലപ്പോൾ ആ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് വരാം. ഓക്കെ, അങ്ങനെ ആ ഡൈനാമിക്കായിട്ട് മോഡിഫൈ ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് നേരത്തെ പ്രീഫെച്ച് ചെയ്യാൻ പറ്റും. ഈ ഹാർഡ്വെയർ കൺട്രോളിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ അഡീഷണലായിട്ട് നമ്മൾ വേറെ പ്രീഫെച്ച് ചെയ്യാനുള്ള അഡീഷണലായിട്ട് വേറെ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നില്ല. അതാണ് നോ ഇൻസ്ട്രക്ഷൻ ഓവർ ഹെഡ് ടു ഇഷ്യൂ പ്രീഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോ അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ്ഡ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഹാർഡ്വെയർ കൺട്രോൾഡ് പ്രീഫെച്ചിങ്. ഓക്കെ, ഇപ്പോൾ 4 കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലാറ്റൻസി ഹൈഡിങ് ടെക്നിക്സുകൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് ഒന്നാണ് പ്രീഫെച്ചിങ് ടെക്നിക്ക് അല്ലേ. ആ പ്രീഫെച്ചിങ് ടെക്നിക്കിൻ്റെ 4 ഡിവിഷൻസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ബൈൻഡിങ്, നോൺ ബൈൻഡിങ്, ഹാർഡ്വെയർ കൺട്രോൾഡ് ആൻഡ് സോഫ്റ്റ്വെയർ കൺട്രോൾഡ് പ്രീഫെച്ചിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. താങ്ക് യു.